ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി കച്ചവടം ആദ്യം തുടങ്ങിയത് താനാണെന്ന് മുഖ്യപ്രതി എഡിസൺ. കേസിൽ പിടിയിലായ 4 പേരും ഒരേ കോളേജിൽ ഒരേ ബാച്ചിൽ പഠിച്ചവരാണ് എന്ന് എഡിസൺ മൊഴി നൽകി. ലഹരി കച്ചവടം പൂർണ്ണമായും ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിനിടയിലാണ് പിടിയിലായതെന്നും പ്രതിയുടെ മൊഴി. ഡാർക്ക് നെറ്റ് വഴിയുള്ള ലഹരി കടത്തിൽ അറസ്റ്റിലായ പ്രതി എഡിസന്റെ മൊഴി രേഖപ്പെടുത്തിയപ്പോഴാണ് 25 കോടി രൂപയുടെ ലഹരി ഇടപാട് വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ലഹരി ഇടപാട് നിർത്താൻ ആലോചിച്ചിരുന്നതായും അവസാന ഇടപാടെന്ന നിലയിലാണ് 25 കോടിയുടെ ഇടപാടിന് തയ്യാറെടുത്തതെന്നും എഡിസൺ മൊഴി നൽകി. ഇതിനിടയിലാണ് പിടിക്കപ്പെട്ടത്. കേസിൽ അറസ്റ്റിലായ അരുൺ തോമസ്, ഡിയോൾ, അഞ്ജു എന്നിവർ തന്നോടൊപ്പം ഒരുമിച്ച് പഠിച്ചവരാണ്. ഇവരെ പിന്നീട് തന്റെ ലഹരി കച്ചവടത്തിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന വിശ്വാസമാണ് കെറ്റാമെലോൺ എന്ന് വിളിച്ച് തന്റെ വീട്ടിൽ NCV സംഘം എത്തിയപ്പോൾ തകർന്നത്. ഡാർക്ക് നെറ്റ് വഴി ലഹരി കച്ചവടം ആദ്യം ആരംഭിച്ചത് താനാണ് എന്നും 25 കോടിയുടെ കച്ചവടം കേരളത്തിലിരുന്ന് പൂർത്തിയാക്കാനാണ് ശ്രമിച്ചതെന്നും എഡിസൺ മൊഴി നൽകി. മറ്റു പ്രതികളുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തിയ ശേഷം കേസിൽ വിശദമായ അന്വേഷണത്തിനാണ് NCBയുടെ നീക്കം. ശ്യാംകുമാർ, 24, കൊച്ചി.